നമുക്കിന്ന് പാവക്ക ഉണക്കിയത് അച്ചാറിട്ട് നോക്കിയാലോ. കുറച്ചധികം പാവക്ക കിട്ടിയപ്പം അമ്മ അതെല്ലാം ഉപ്പ് പുരട്ടിയിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെയിലത്ത്. അതെല്ലാം നല്ലോണം ഡ്രൈ ആയി ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ പാവക്ക ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഉണക്കിയ പാവക്ക ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലോണം ഒന്നും റോസ്റ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ചൂട് കയറ്റി എടുത്താൽ മതിയേ. എന്നിട്ട് നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ, നമുക്ക് അച്ചാറിടാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിട്ട് നല്ലോണം മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചേക്കണ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണേ. വെളുത്തുള്ളി ചെറുതായിട്ടൊക്കെ കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്തേക്കണത്. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതും ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളകും കൂടി ഇട്ട് നല്ലോണം മൂപ്പിച്ച് ഈ ഒരു കളറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ പൊടികൾ ആഡ് ചെയ്യുവാണേ. കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയാണ് കേട്ടോ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം റോസ്റ്റ് ചെയ്ത് ആ ഒരു പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഇട്ട് കൊടുക്കാവേ. വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമ്മൾ എത്രത്തോളം ചാറാക്കിയാണ് എടുക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചൂടുവെള്ളവും വിനാഗിരി ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ചാറ് പോലെ അല്ല ഇവിടെ അച്ചാർ എടുത്തേക്കണേ, ഇങ്ങനെ ഡ്രൈ പോലെ തന്നെ എടുത്തേക്കുവാണ് കേട്ടോ. ചാറ് പോലെ എടുക്കേണ്ടവർക്ക് അങ്ങനെയും എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണേ.